ലുംബിനിയിലുള്ള വേൾഡ് പീസ് പഗോഡ കണ്ടതോടുകൂടി എൻ്റെ കാലിൻ്റെ ഊപ്പാട് ഇളകി കേട്ടോ. ഏകദേശം ഞാൻ 4-5 കിലോമീറ്റർ നടന്ന് ഇനി തിരിച്ച് ബാഗ് വെച്ചോടത്തേക്ക് 5 കിലോമീറ്റർ നടക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഭ്രാന്തായത്. അങ്ങനെ ഞാൻ കുറച്ച് നടന്നപ്പോൾ എങ്ങനെയോ ഒരു ബൈക്ക് കിട്ടി. മൂപ്പർ എന്നെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടാക്കി തന്നിട്ടോ. അങ്ങനെ ബാഗ് എടുത്ത് കുറച്ച് നേരം ഞാനൊരു മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് കിടന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കണം, അതായിരുന്നു ലക്ഷ്യം. രാവിലെ മുതൽ ആകെ 2 ബിസ്ക്കറ്റാണ് കേട്ടോ കഴിച്ചത്, പിന്നെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വിട്ടത് അവിടെയുള്ള സ്ട്രീറ്റിലുള്ള നൂഡിൽസിൻ്റെ കടയിലേക്കാണ്. അവിടെ നിന്ന് ഒരു വെജിൻ്റെ നൂഡിൽസും ഒരു ഹാഫ് ചിക്കൻ നൂഡിൽസും കഴിച്ചു. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയ വല്ല സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കണം, അതായിരുന്നു അടുത്ത പരിപാടി. അങ്ങനെ ലുംബിയിൽ ഞാൻ കുറച്ച് നടന്നു നോക്കി. അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം ഒരു വീടിൻ്റെ അടുത്തെത്തി. അപ്പം അവിടെയുള്ള മൂപ്പര് പറഞ്ഞു, ഇവിടെ രാത്രി ടെൻ്റ് അടിക്കണം അത്ര സേഫ് ഒന്നല്ല, കാരണം അവിടെ രാത്രി കല്ല് കുടിച്ചിട്ട് ആൾക്കാരൊക്കെ പോകും, അതാണ് നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നത്. മൂപ്പര് പറഞ്ഞു, എനിക്കൊരു ഹോട്ടലുണ്ട്, എൻ്റെ കൂടെ അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാറുണ്ട്. അങ്ങനെ മൂപ്പര് ഹോട്ടലിൻ്റെ ബാക്കിൽ ഞാൻ ടെൻ്റ് അടിക്കാൻ പോയിട്ടോ. ടെൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ 6ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഹേമന്തിന് എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടി. ഹേമന്തിന് ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു. ഹേമന്ത് എന്നെ ടെൻ്റ് അടിക്കാനൊക്കെ സഹായിച്ചിട്ടോ. ടെൻ്റ് അടിക്കുന്ന അവിടെയുള്ള കല്ലുകളൊക്കെ പെറുക്കി തന്നിട്ട് അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായപ്പൊടി വെച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കി ഞാനും ഹേമന്ത് കൂടി കുടിച്ച്. പിന്നെ ഹേമന്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ബ്രോ എൻ്റെ കൂടെ വരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക. അതിനുശേഷം അവൻ വീട്ടിലത്തെ വൈഫൈൻ്റെ പാസ്വേഡും പറഞ്ഞു തന്നിട്ടോ. നേപ്പാളുകാരൊക്കെ എങ്ങനെയാണ്, അടിപൊളിയാണ്, നമ്മളങ്ങനെ സ്നേഹിച്ച് കൊല്ലാണ്. അപ്പം ഇതുപോലത്തെ അടിപൊളി നേപ്പാൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.